ഷോപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞാൻ ഇവിടെ ഒരു ഷോപ്പ് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ ബുക്ക് ചെയ്യാൻ എടുക്കുകയാണ്. ബുക്ക് സെറ്റ് സിംഗിൾ ലൈൻ ബുക്കാണ്. ആവശ്യം പോകുന്ന ബുക്ക് എടുക്കുകയാണ്. ബുക്ക് മേടിച്ചു. ബട്ട് എനിക്ക് ഷൂ ബാഗൊന്നും കിട്ടില്ല. കാരണം ഇവിടെ കളക്ഷൻസ് പിന്നെ പിന്നെ ഞാൻ വിചാരിച്ചൊരു ബോർഡ് എടുക്കാമെന്ന്. പരീക്ഷയൊന്നും ആവില്ല, എന്നാലും ഒരു ബോർഡ് എടുക്കുക. അങ്ങനെ ഞാൻ ഇങ്ങനെ ഏത് വേണമെന്നത് ബട്ട് ഞാൻ എടുത്തു. ഇതൊക്കെ ഒന്ന് എടുത്തു. പിന്നെ മോളിൽ പോയിട്ട് എന്തൊക്കെ എടുത്തു വെച്ചു കഴിച്ചു. ശേഷം ഞാൻ ഇവിടെ നോക്കിയപ്പോഴേ ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ റബ്ബറും കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാൻ കുറേ പറഞ്ഞെങ്കിലും എനിക്കത് മേടിച്ച് തന്നില്ല. കാരണം എനിക്കിതൊന്നും അറിയില്ല. അതിന് കുറേ ഇതായി കണ്ടോ റബ്ബറും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞൊരു ഗം എടുക്കാൻ പറഞ്ഞു. പിന്നെ ഗമ്മെടുത്തു. ഗമ്മെടുത്തു. പിന്നെ ഇവിടെ നിൽക്കുന്ന ഒരു റേസർ എന്നിട്ട് നല്ല ഭംഗിയുണ്ട് ഗേസ്. ഇതൊക്കെ വന്നിട്ട് ഇങ്ങനെ ക്യാപ്പൊക്കെ വന്നിട്ടുള്ള ഒരു റേസറാണ്. അവിടുത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് കണ്ടു. പക്ഷെ നമ്മൾ കറി പറയുകയാണെങ്കിൽ ഇവിടെ അടിപൊളിയാണ്. പക്ഷേ ഇതൊക്കെയാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ വീഡിയോയിലൊക്കെ ഉണ്ട് ഗേസ്. രണ്ട് പേന സെറ്റ് മേടിച്ചു. ലൈം സ്ലിപ്പ് പോകണമല്ലോ. ലൈം സ്ലിപ്പ് നമുക്ക് വോയിസ് ഇട്ടാകുന്നു. എനിക്ക് പേന മേടിച്ചില്ല എന്നല്ല എനിക്ക് ഒരു പേന മേടിച്ചു. അതിനുശേഷം ഞാൻ വെച്ചു. ഒരു വയസ്സിനും കൂടെ പിന്നെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നോക്കി എത്ര റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയപ്പം കുഴപ്പമില്ല. അത്യാവശ്യം ഇതൊക്കെ ഉണ്ട്. പിന്നീട് വലിയൊരു കളി കണ്ട് റേറ്റ് വന്നിട്ട് ഞാൻ പറഞ്ഞാലും 181 രൂപ ഗൈസ്. എത്രയും വണ്ടർഫുൾ ചെറുതുണ്ട് കേട്ടോ. ചെറുതുണ്ട്. റേറ്റ് വന്നിട്ട് ഞാൻ പറഞ്ഞ 39 രൂപയാണ് വണ്ടിൻ്റെ റേറ്റ്. പിന്നെ കുറേ കളക്ഷൻസ് ഒക്കെ കണ്ട് വേണ്ട പറഞ്ഞു വീണ്ടും പോയി ഒന്നും എടുത്താലും അങ്ങനെ ഇത്രയൊക്കെ സാധനങ്ങളൊക്കെ ഞാൻ വീണ്ടും പക്ഷെ എനിക്ക് കഴിച്ച് വീണ്ടും അത് ഞാൻ ഒഴിവാക്കി കഴിച്ചു.
ബോക്സ് മതി. കിച്ചണിൽ കണ്ട സംഭവം സമയത്താണ് ഞാൻ കണ്ടത്. കിച്ചൺ വേണമെന്നൊക്കെയാണ്, ബട്ട് എനിക്കിതൊന്നും അറിയില്ല. സംഭവത്തിൻ്റെ കുറേ ഷേപ്പിലുള്ള കുറേ കിച്ചണുകളൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഞാൻ കണ്ടത്. ഞാനൊരു കിച്ചൺ ചോദിച്ചു അപ്പം ഇവിടെ സംഭവമുണ്ട്. ഞാൻ കണ്ടത് ഇത് കട്ടി വിചാരിച്ചെടുത്തു. കുറച്ച് കളർഫുൾ ആയിട്ടുള്ളത് എടുക്കാൻ വിചാരിച്ചു. വാങ്ങില്ല സോറി. ബീച്ചു ഇപ്പം ബീച്ചുകളാണ് കണ്ടു കിട്ടിയത്. നല്ലൊരു ബീച്ച് അതിൻ്റെ കുറേയാണ് നോക്കുന്നത്. വേണ്ടത് കുറേ ചിന്തിക്കാൻ തുടങ്ങി. ഞാനൊരു കിച്ചണെടുത്തു. കിച്ചൺ എടുത്ത് കൊടുത്തു കൊടുത്തു. ലാസ്റ്റ് പിന്നെ നമുക്ക് എന്തെങ്കിലും ചൂടിയൊക്കെ വരുന്നതായിരിക്കും കൂടുതലായി വെക്കാൻ. അതിൻ്റെ ബോക്സ് ഇത് വേണം. ഞാൻ ബോക്സ് സെലക്ട് ചെയ്തായിരുന്നു, ബട്ട് അതൊന്നും കൊണ്ടുപോയി ഡാമേജ് ബീച്ചസിൻ്റെ ആയിരുന്നു. ഡയറി കണ്ടു, റെഡി കളർഫുൾ ഡയറി, ഇങ്ങനത്തെ സ്റ്റിക്കി നോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. കിട്ടും നോക്കിയപ്പോൾ കളർ കഴിഞ്ഞു. 40 രൂപയൊക്കെ 20 മേടിച്ചിട്ടാണ് പോവാൻ. വീണ്ടും ബോക്സും രാമചന്ദ്രയിൽ വന്നത് ഇവിടെ നിന്നാണ് ഇവിടെ തന്നെ ഒരു എൻട്രൻസ് ഉണ്ട്. എൻട്രൻസ് ഉണ്ട്. സ്കൂളിൻ്റെ ഒരു എൻട്രൻസ് ഉണ്ട്. എടുത്തോ അച്ഛനെന്തോ ആവശ്യത്തിനാണ് ചെയ്തോ, എന്തിൻ്റെ ആവശ്യത്തിനാണ് എനിക്കറിയില്ല. അതെടുത്തു ഗൈസ്. ചേച്ചി ഞാനിങ്ങനെ നോക്കുകയായിരുന്നു. ബാഗ് എടുത്തു. ബാഗിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റും, കാരണം ഞാൻ എനിക്ക് കണ്ടത് ഇത് ലാൻഡ്ബുക്സിന് വേണ്ടി ഞാൻ കാണുകയുള്ള കേസ് എത്തിച്ചെന്നു. പിന്നെ എടുക്കോ പറ്റുന്ന ബൈ ബൈ എടുത്തു. പിന്നെ ഇതൊക്കെയാണ് സാധനങ്ങൾ. ഞാൻ ബോക്സ് എടുത്തു. പിന്നെ അമ്മ കുറച്ച് മാറ്റൊക്കെ മേടിച്ചു. ടവലെടുത്തു. പിന്നെ ഈ കുറച്ച് കപ്പും കൂടെ എടുത്തു. നമ്മൾ പിന്നെ ഒരു പണ്ടത്തെ ഹോൾഡർ എടുത്തത്. പിന്നെ എൻ്റെ സാധനങ്ങൾ വന്നിട്ട് പെയിൻറ്റിരിക്കുന്നതാണ്.